ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നിരന്തരം പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി UDF ആണ്, UDFുമായാണ് ഞങ്ങൾ ഇനി മത്സരിക്കാൻ പോകുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഒരു ഭാഗത്ത് ഒരു വലിയൊരു കേഡർ പ്രസ്ഥാനം LDF ഒരു ഭാഗത്തുണ്ട്, അത് പൂർണ്ണമായി തകർച്ചയിലേക്ക് പോകുമെന്നാണോ BJP നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു ദിശാബോധം നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPMന്റെ വോട്ട് ഗണ്യമായി കുറയുകയും LDFിൽ നിന്ന് പല സീറ്റുകളിലും UDFിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് UDF എന്നുള്ള നിലയിൽ മാത്രം നമ്മളതിനെ കാണരുത്. UDFിനകത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരു വർഗീയ രാഷ്ട്രീയമുണ്ട്. അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള, SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള അതുപോലെയുള്ള സംഘടനകൾ കൊടുക്കുന്ന ഒരു ഇന്ധനമുണ്ട് UDFിന്. ആ ഇന്ധനത്തിൽ നിന്നുകൊണ്ട് UDF ഒരു മികച്ച പോരാട്ടം നടത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മളതിനെ കുറച്ച് കണ്ടത് കൊണ്ട് കാര്യമില്ല. പക്ഷേ LDF അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയം വിലയിരുത്തുന്ന ഏതൊരാൾക്കും. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ വിലയിരുത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായി അതിനെ വിലയിരുത്താനുള്ളൊരു പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിലയിരുത്തിയത് UDF ആയിരിക്കും BJPക്ക് ഒരു ഒത്ത എതിരാളി. കാരണം BJP രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണുന്നൊരു കൃത്യമായ ഒരു അടയാളമാണ്, ഒരു സൈൻ. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ CPM ഒരു കേഡർ പ്രസ്ഥാനമാണ്. സഹകരണ സംഘം, ബാങ്കുകളുണ്ട്, CAT തൊഴിലാളികളുണ്ട്, മറ്റ് തൊഴിലാളികളുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനം അങ്ങനെ BJP പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ അങ്ങ് പെട്ടെന്ന് തകരുമോ? ബംഗാളിലും ത്രിപുരയിലും കേഡർ പ്രസ്ഥാനമായിരുന്നില്ലേ CPIM ഒരു കേഡർ പ്രസ്ഥാനമാണ്, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ CPIMനകത്ത് വന്നിട്ടുള്ളൊരു അന്തഃഛിദ്രത്തിൻ്റെ പൊട്ടിത്തെറി എത്രമാത്രം ഭയാനകമായിരിക്കും എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ കണ്ണൂരിലെ പാർട്ടിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ എനിക്കും താങ്കൾക്കും അങ്ങനെ ഒരു കേഡർ പ്രസ്ഥാനത്തിനകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇത്തരത്തിലൊരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് ഇറങ്ങി നിന്ന് ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പുസ്തകം അടിച്ചിറക്കേണ്ടി വരുന്നു. EP ജയരാജനെ പോലെ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ്, ആ നേതാവ് തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകണമെന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറുന്നു. മറ്റു പല ആളുകൾ, ഇപ്പോൾ റെജി ലൂക്കോസിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ, അല്ലെ, ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അന്ധമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് പറയാണ് ഞങ്ങൾക്കിനി ഒരു ഘട്ടത്തിലും അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം ആശയപരമായി ഒന്നും തന്നെ ഇനി CPMൽ അവശേഷിക്കുന്നില്ല, ആശയപരമായി ഒന്നും തന്നെ ഇടതുപക്ഷത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം CPIM എന്ന് പറയുന്ന കേഡർ പ്രസ്ഥാനം പൂർണ്ണമായി നിലംപരിശായി എന്നുള്ളതാണ്. അതിനകത്തുള്ള അണികൾ, ഞാനും താങ്കളും ഒക്കെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകത്തോട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം വിമതശല്യം CPIM നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉറപ്പിച്ച് നമുക്ക് പറയാം, ഇല്ല. സംസ്ഥാന പാർട്ടി ഘടകത്തിന് അതിന്റെ AKG സെന്റർ അടക്കമുള്ള സർവ്വസന്നാഹങ്ങളുമുള്ള തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് വിമതരുണ്ടായില്ലേ? ആ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് വിമതരുണ്ടായില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞിരുന്ന കുന്നുകുഴി വാർഡിൽ അവർ പരാജയപ്പെട്ടില്ലേ? അതുപോലെ തന്നെ CPMന്റെ 45 വർഷത്തെ ഏറ്റവും വലിയ ശക്തി ദുർഗമായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും, മന്ത്രിമാരൊക്കെ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും BJP ഇവിടെ ജയിച്ചില്ലേ? മേയർ ഉണ്ടായില്ലേ? BJPയുടെ മേയറല്ലേ ഇന്ന് തലസ്ഥാനം ഭരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം ജനങ്ങൾ കൃത്യമായി CPMനെ അളന്നു കഴിഞ്ഞു. ജനങ്ങൾ CPMന്റെ ഭരണത്തിനകത്ത് നടക്കുന്ന അഴിമതി, അതിനകത്ത് നടക്കുന്ന സ്വജനപക്ഷപാതം, അതിനകത്ത് നടക്കുന്ന തീവട്ടിക്കൊള്ള, ഈ തീവട്ടിക്കൊള്ളയ്ക്കും സ്വജനപക്ഷപാതത്തിനും ആശയ ദാരിദ്ര്യത്തിനും എതിരായിട്ടുള്ള ഒരു പ്രതികരണം അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് CPM നടത്തിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു വർഗീയ ചേരിതിരിവ് അല്ലെങ്കിൽ വർഗീയ നിലപാടുകളുണ്ട്. ആ നിലപാടുകളെ അതേ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ ഇപ്പുറത്ത് UDFന് സാധിച്ചു എന്നുള്ളത് കൂടി നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം അപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗിനെ വലിക്കാൻ വേണ്ടി CPIM ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് പരിചയമൊരുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് പരിചയമൊരുക്കുന്നത് UDF.
അപ്പോൾ രണ്ടുപേരും നടത്തിയിട്ടുള്ള ഒരു വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ കൃത്യമായി ജനങ്ങൾ അതിനെ ബോധ്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബോധ്യത്തിൽ മനസ്സിലാക്കുമ്പോൾ CPM അടിസ്ഥാന വോട്ട് എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ടാണ്, ഹിന്ദു സമൂഹങ്ങളുടെ വോട്ടാണ് CPM അടിസ്ഥാന വോട്ട്. ആ അടിസ്ഥാന വോട്ട് CPM നിന്നും പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഏത് രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിച്ചാലും വലിയ രീതിയിൽ കോൺഗ്രസിലെ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് വരും, ഭാവിയിൽ മത്സരം ഒരു BJP CPM എന്ന് ആ ഒരു കണക്കായിരുന്നു. പക്ഷെ പുതിയ സർവേകൾ പോലും സൂചിപ്പിക്കുന്നത് ആ ഒരു രീതി, അന്ന് ആ പ്രവചനം നടത്തിയവരുടെ എല്ലാ പ്രവചനങ്ങളും തെറ്റുകയാണ്. CPM വോട്ടുകൾ BJPയിലേക്ക് വരുന്നു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? CPM വോട്ട് എന്ന് പറഞ്ഞാൽ കേഡർ വോട്ടാണ്. ഞാൻ കാര്യം മനസ്സിലാക്കുന്നത്, അതായത് ഒരു അച്ചടക്കത്തോടു കൂടി ഒരാശയത്തെ പിൻപറ്റി ജീവിച്ചിരുന്നവർക്ക് ഒരിക്കലും ആശയമില്ലാത്ത ആമാശയം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ആശയത്തെ സ്നേഹിക്കുന്നവർക്ക്, ആദർശത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ആദർശത്തിൻ്റെതായ ഒരു ബലമുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ 40-45 വർഷം അല്ലെ 50 വർഷത്തോളം ഭരണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു തലത്തിലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് ഞങ്ങൾക്ക് പടിപടിയായി വളർന്നു വരാൻ സാധിക്കുന്നത് ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തക സമൂഹം അല്ലെങ്കിൽ ഒരു പ്രവർത്തക പദ്ധതി നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ CPIM ഒരു ഘട്ടത്തിൽ ആശയത്തിന് വേണ്ടിയിട്ട്, ആദർശത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചെന്നവരാണ്. ഇന്ന് ആ ആദർശം അവരിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആശയത്തെ പിൻപറ്റി നിന്നവർ, അച്ചടക്കത്തോടു കൂടി സംഘടനയെ സ്നേഹിച്ചിരുന്നവർക്ക് പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണക്കാരന്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത, തേച്ചിട്ട ഖദർ ഒന്ന് ഉടയാൻ പോലും മടിക്കുന്ന ആ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് നാടിന്റെ BJPയുടെ ആദ്യത്തെ തുടക്ക ലക്ഷ്യം കോൺഗ്രസ് ആയിരുന്നു. തിരുവനന്തപുരമായാലും ഏത് പ്രദേശം പരിശോധിച്ചാലും കോൺഗ്രസിന്റെ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നായിരുന്നു ആദ്യത്തെ ശ്രമം. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ അങ്ങനെ കോൺഗ്രസിലെ വോട്ടുകൾ ഞങ്ങളിലേക്ക് വരണം, അങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചത് നിയമമണ്ഡലത്തിലായാലും പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തകർന്നപ്പോഴാണ് അവിടെ BJPക്ക് വളർച്ച ഉണ്ടാകുന്നത്. അല്ല, അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത്, ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന വോട്ട് കോൺഗ്രസിൽ നിന്നും CPM ബലാബലം പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ CPM കോൺഗ്രസിനകത്ത് നിന്നുള്ള ഒരു BJP വിരുദ്ധ വോട്ട് അത് ഘട്ടം ഘട്ടമായി CPMയിലേക്ക് പൊക്കൊണ്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. കോൺഗ്രസിൽ നിന്നുള്ള BJP വിരുദ്ധ വോട്ട് അത് പൊക്കൊണ്ടിരുന്നത് CPMയിലേക്കാണ്. അപ്പോൾ CPM ഞങ്ങളിലേക്ക് വന്ന വോട്ടിനെ അവിടെ ബാലൻസ് ചെയ്യാൻ ആ വോട്ടിന് സാധിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ CPMൽ നിന്ന് പിളർന്നു വരുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ട് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകുന്നില്ല, ആ വോട്ട് കൃത്യമായി BJPയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡെവലപ്മെന്റൽ ഐഡിയോളജി ഉണ്ട്, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയമുണ്ട്. ഇപ്പം നിങ്ങളും ഞാനും എത്രയൊക്കെ പാർട്ടി പറഞ്ഞാലും, എത്രയൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും, എൻ്റെയും നിങ്ങളുടെയും മകന് ഒരു സർക്കാർ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത അച്ഛനമ്മമാരുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മക്കൾ, നമുക്ക് വയസ്സായി ഒരു നേരത്തെ വെള്ളം എടുത്തു തരാൻ എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത അച്ഛനമ്മമാരുണ്ടാവും. ഒരു നേരം ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മകനോ മകളോ എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത അച്ഛനമ്മയുണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് മുന്നണികൾക്കും അപ്പുറത്തു നിന്നൊരു മുന്നണി വരണം. ആ മുന്നണി ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷമായി പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിയും ഐഡിയോളജിയും ആയിരിക്കണം എന്ന് ഇവിടുത്തെ CPMകാരനും ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്നുണ്ട്. ആ കോൺഗ്രസ്സുകാരൻ്റെയും ആ CPMകാരൻ്റെയും വോട്ട് BJPയിലേക്കാണ് വരുന്നത്. അത് മറ്റൊരു ലൈനിലല്ല. ഇവിടുത്തെ വികസനം രാഹിത്യം കൊണ്ട്, ഇവിടുത്തെ വികസനമില്ലായ്മ കൊണ്ട് അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ മൂടപ്പെട്ട അവരുടെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ ആ പാർട്ടി BJP ആണ് എന്ന് കേരളത്തിലെ പൊതുസാമാന്യ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും BJPയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ജയിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? BJPയുടെ മാത്രം വോട്ട് സമാഹരിച്ചാണ് ജയിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. അവിടെ നല്ലവരായിട്ടുള്ള, ഈ നാട് മുന്നോട്ടേക്ക് പോകണം, ഈ നാട്ടിൽ വികസനം വരണം, ഈ നാട് ശരിയായ ദിശയിൽ പോകണം, ഇവിടെ അഴിമതി രഹിതമായൊരു ഭരണം ഉണ്ടാകണം, ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ഭരണം ഉണ്ടാകണം, ഇവിടെ ജനങ്ങളെ കേൾക്കുന്നൊരു ഭരണം ഉണ്ടാകണം എന്നാഗ്രഹിച്ച കോൺഗ്രസ്സുകാരനും CPMകാരനും വോട്ട് ചെയ്തിട്ടുണ്ട്. ത്രിപുരയിൽ CPMനെ പരാജയപ്പെടുത്തിയ ശേഷം സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇനി കേരളം എന്ന്. അപ്പോൾ ത്രിപുരയും കേരളവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. തീർച്ചയായും ത്രിപുരയും കേരളവും തമ്മിലുള്ള ദൂരം ഇവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന്, പാളയത്തെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് സ്റ്റാച്യുവിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലേക്കുള്ള ദൂരം അത്രയാണോ? അത്രയേ ഉള്ളൂ. പണ്ട് നമ്മളിവിടെയൊക്കെ പറഞ്ഞിരുന്നത്
നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിന്റെ തലസ്ഥാനത്തിലേക്ക് വരാൻ ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വലിയ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ അത് മാറ്റിയിട്ട് പറഞ്ഞു കർണാടകയിൽ നിന്ന് ആ ബോർഡർ കടന്നു വരാൻ കുറച്ചുകൂടി സമയമുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നു, തിരുവനന്തപുരത്ത് പാളയത്തിരിക്കുന്ന ഈ പറയുന്ന LMSന്റെ അടുത്തിരിക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മന്ദിരത്തിൽ നിന്ന് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ആ ദൂരം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു 2026 മെയ് മാസത്തിൽ ആ ദൂരം കുറച്ചുകൊണ്ട് ഒന്നുകിൽ അവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. ആ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ 100% കോൺഫിഡന്റ് ആണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോ നേതാക്കന്മാരുടെയും പ്രവർത്തനത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.